കാലി മഹാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്താ കാശി, എന്താ പ്രശ്നം? വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ശരത്തിന്റെ അമ്മ മരിച്ചു. അവരും ഞെട്ടി. കുഴഞ്ഞു വീണ് ഹോസ്പിറ്റൽ കൊണ്ടുപോയെന്ന് അറിഞ്ഞു. പക്ഷേ നീ വാ, നമുക്ക് അങ്ങോട്ടേ പോവാം. അവൻ ദുഷ്ടനാണെങ്കിൽ ആ അമ്മ നമ്മൾ ഒരുപാട് ഊട്ടിയതാണ്, അവ മറക്കാൻ പാടില്ല, സുമേഷ് പറഞ്ഞു. പിന്നെ 3 പേരും കൂടെ വേഗം തന്നെ വീട് പൂട്ടി ഇറങ്ങി. കാശി പോകുന്ന വഴിക്ക് ഭദ്രയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവിടെ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളെ വിളിക്കാം, അപ്പൊ അങ്ങോട്ട് പോയാൽ മതിയെന്ന് അവൻ കടുപ്പിച്ചു പറഞ്ഞു. കാശിയും കൂട്ടുകാരും നേരെ പോയത് ഹോസ്പിറ്റലായിരുന്നു. അവിടെ എത്തിയപ്പോൾ ബന്ധുക്കളാരുമില്ല, കുറച്ച് നാട്ടുകാരും മെമ്പറൊക്കെയുണ്ട്. കാശി ആദ്യം നോക്കിയത് ശാരിയായിരുന്നു. ആ, നിങ്ങൾ വന്നല്ലോ മോനെ, ബോഡി ഇപ്പൊ തന്നെ കൊണ്ടുപോവാം, കാശിയെ കണ്ട ഉടനെ പറഞ്ഞു. വിഷ്ണുവും സുമേഷും കൂടി അപ്പോൾ തന്നെ അകത്തേക്ക് പോയി. ശാരിയോടെ? കാശി തിരക്കി. അതൊന്നും പറയണ്ട, ആ കൊച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ അമ്മ മരിച്ചു. അപ്പോഴേക്കൊരു നിലവിളിയോടെ കുഴഞ്ഞു വീണു. അതിൻ്റെ കാര്യവും കഷ്ട, ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരുമില്ല. കാശിയെല്ലാം തലയാട്ടി കേട്ടിട്ട് അവളുടെ അടുത്തേക്ക് പോയി. ട്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട് അവളെ. കാശിക്ക് അവളുടെ അവസ്ഥ ആലോചിച്ച് സങ്കടം തോന്നി. അവൻ അവളുടെ തലയിൽ തലോടി അവളുടെ അടുത്തിരുന്നു. അപ്പോഴേക്കും വിഷ്ണു വന്നു. കാശി, അവനറിയിക്കണ്ടേ? അറിയിച്ചിട്ട് അവൻ വിരുന്നു പോയതല്ല, അവനെ റിമാൻഡ് ചെയ്ത് അന്നേനെ ഇറക്കി വിടില്ല. ദൈവം അവൻ അറിഞ്ഞു നൽകിയ ശിക്ഷയാ. ബോഡി കൊണ്ടുവേണ്ട കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? ഇവളിപ്പോണരും. കാശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ശാരി ഉണർന്നു. അപ്പോൾ തന്നെ അവൾ നിലവിളിയും ബഹളമൊക്കെ തുടങ്ങി. കാശി ഒരുവിധം അവളെ പിടിച്ചു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശാരി, ശരത്തിനോട് വിവരം പറയണ്ടേ? കാശി അവളോട് ചോദിച്ചു. സ്വന്തം അമ്മയുടെ കാര്യമാണ്. അപ്പോൾ പിന്നെ അവനെ തീരുമാനമെടുത്ത് അതിനി നാളെ പ്രശ്നമാവുണ്ടെന്ന് കരുതിയാണ് ചോദിച്ചത്. വേണ്ട, എൻ്റെ അമ്മ മരിക്കാൻ തന്നെ കാരണം അവനാ. അമ്മ അവസാനം പറഞ്ഞു അത് തന്നെയായിരുന്നു, അമ്മ മരിച്ച കർമ്മം ചെയ്യാൻ പോലും അവനെ അനുവദിക്കരുതെന്ന്. അവളിൽ വല്ലാത്ത ദേഷ്യവും സങ്കടവും നിറഞ്ഞത് കാശിയും ഒപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവും കണ്ടു. ബോഡി കൊണ്ട് വീട്ടിലെത്തുമ്പോൾ അവിടെ നിറയെ ആളുകളുണ്ട്. പോരാത്തിന് മുറ്റത്ത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ബോഡി എടുത്ത് പന്തലിൽ വെച്ച് കുറച്ച് കഴിഞ്ഞതും ഭദ്രയും ദേവനും ഹരിയൊക്കെ വന്നു. ഭദ്ര കാശിയെ നോക്കിയിട്ട് ശാരിയുടെ അടുത്തേക്ക് പോയി. എല്ലാവരും അവൾ എന്താവും പറയുന്നതെന്നറിയാവും നോക്കി. കാരണം അവർക്കറിയാം ശാരിക്ക് ഭദ്രയെ ഇഷ്ടമല്ല എന്ന്. പക്ഷേ ഭദ്ര അവളുടെ അടുത്തേക്ക് പോയതും ശാരി അവളെ ചുറ്റിപ്പിടിച്ച് വല്ലാതെ കരയാൻ തുടങ്ങി. ഭദ്ര അവളെ ഒരു സഹോദരിയെ പോലെ ചേർത്ത് പിടിച്ചു. ശരത്തിന്റെ സ്ഥാനത്ത് നിന്ന് അമ്മയുടെ കർമ്മങ്ങളെല്ലാം ചെയ്ത കാശി തന്നെ ആയിരുന്നു. എല്ലാം ശാരി കാണുന്നുണ്ടായിരുന്നു. ആരും ശരത്തിനെ കുറിച്ച് ചോദിച്ചില്ല. ബന്ധുക്കളെന്ന് പറയാനായിട്ട് ആരും തന്നെ അങ്ങനെ ഇല്ല. പിന്നെ അകന്നൂന്ന് 2 ബന്ധുക്കൾ വന്നുപോയി, പേരിന്, അത്ര തന്നെ. എല്ലാവരും പോയി കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകിയപ്പോൾ വിഷ്ണുവിനെയും സുമേഷിനെയും വീട്ടിൽ നിന്ന് വിളി വന്നു. കാശി, ശാരിയോട് ഒറ്റക്കാ, ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ, അവിടെ അമ്മയുണ്ടല്ലോ, വിഷ്ണു പറഞ്ഞു. കാശി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എത്ര നാളായി തുടങ്ങിയിട്ട്? കാശി അവനെ നോക്കി ചോദിച്ചപ്പോൾ വിഷ്ണു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു. വിഷ്ണു നിന്നോടാ ചോദിച്ചത്? എത്ര നാളായി എന്ന്? കാശി അവനെ പിടിച്ച് തിരിച്ചു നിർത്തി ചോദിച്ചു. വർഷം കുറച്ചധികമായി. പക്ഷെ അവിടെ മനസ്സിൽ ഞാനില്ലാന്ന് അറിഞ്ഞപ്പോൾ എല്ലാം നിർത്താൻ തീരുമാനിച്ചതാ. പക്ഷേ പറ്റുന്നില്ലടാ, വിഷ്ണു പറഞ്ഞു കേട്ട് കാശി ഒന്ന് പുഞ്ചിരിച്ചു. നിനക്കിത് അവളോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോടാ? എന്തോ അതിന് പറ്റിയില്ല. അതുപോട്ടെ, ഞാൻ അവൾ വീട്ടിൽ കൊണ്ടുപോട്ടെ, നീ പേടിക്കണ്ട, ഞാൻ അവളൊന്നും ചെയ്യില്ല, വിഷ്ണു പറഞ്ഞു. പക്ഷേ കാശി എന്തോ പറയാമെന്നു പുറകിൽ നിന്നും ഭദ്രയുടെ വിളി കേട്ടു. കാശി, എന്താടോ? നമുക്ക് പോകണ്ടേ? എനിക്കൊന്ന് കിടക്കണം കാശി. കാശിയും വിഷ്ണു അവളെ നോക്കി. അല്ല, ശാരി ഒറ്റയ്ക്കൂടെ? വിഷ്ണു, അതിന് ശാരി ഒറ്റയ്ക്കല്ലല്ലോ, ശാരി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് മാന്തോപ്പിലേക്ക്. കാശിക്ക് അത്ര പിടിച്ചില്ല. വിഷ്ണു അവനെ നോക്കി. അല്ല ഭദ്ര, അവളെ വേണമെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോവാം, അവിടെ അമ്മയുണ്ട്. അത് കുഴപ്പമില്ല വിഷ്ണു ഏട്ടാ, അവിടെ ഞാനുണ്ടല്ലോ. എങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുന്നതായിരുന്നു. പിന്നെ ഒരുവിധ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച്. കാശി വാ. ഭദ്ര അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. ദാ പോയ മുതൽ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് പറയാനാ? അപ്പോൾ മോൻ പോയി വല്ലതും കഴിച്ച് കിടന്നുറങ്ങിക്കോ, കാശി അവൻ്റെ തോൾ തട്ടി പറഞ്ഞു. പിന്നെ അധികം വൈകാതെ തന്നെ എല്ലാവരും വീട് പൂട്ടി ഇറങ്ങി. ഭദ്ര ആ രാത്രി ശാരിയുടെ കൂടെ കിടക്കാൻ തീരുമാനിച്ചു. കാശി അത് കേട്ടപ്പോൾ മുതൽ മുഖം വീർപ്പിച്ച് ഇരിപ്പാണ്. എൻ്റെ കാലനാഥ, ശാരി ഇപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? അവളുടെ അവസ്ഥയും കൂടെ നമ്മൾ ഓർക്കേണ്ട സമയമാണ്. അതുകൊണ്ട് എൻ്റെ കാലനാഥൻ തൽക്കാലം ഇവിടെ ഒറ്റയ്ക്ക് കിടന്നു. വേണേതാ, നീ എനിക്ക് വാങ്ങി തന്ന ഈ പാവി കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നോ? അതും പറഞ്ഞ് ഭദ്ര പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴും കാശി അതേ ഇരിപ്പ് തന്നെയാണ്. ഭദ്ര വാതിൽ വരെ പോയിട്ട് തിരിച്ചു വന്നു അവൻ്റെ കവിളിൽ ചുംബിച്ചു. കാശി ഞെട്ടിക്കൊണ്ട് അവൾ നോക്കി. തൽക്കാലം ഇത് വെച്ച് എൻ്റെ കെട്ടിയവൻ അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോൾ ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ചിരിയോടെ ഭദ്ര ഇറങ്ങിപ്പോയി. അത് കാണെ കാശിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു.
ഭദ്ര ശാരിയുടെ മുറിയിൽ വരുമ്പോൾ അവൾ എന്തോ ആലോചിച്ച് ബെഡിൽ ഇരിപ്പാണ്. ശാരി ഇതുവരെ കിടന്നില്ലേ? ഭദ്രയുടെ ശബ്ദം കേട്ട് അവൾ നോക്കി. ഭദ്ര എന്താ ഇവിടെ? ശാരി സംശയത്തിൽ ചോദിച്ചു. ഞാനിന്ന് ഇവിടെയാണ് കിടക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ കിടക്കുന്നതുകൊണ്ട്? ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഭദ്രയെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയതാ. പിന്നെ കാശിയേട്ടന് ഇഷ്ടാവില്ലെന്ന് കരുതിയിട്ടാ. അതാണ് ഞാൻ മനസ്സറിഞ്ഞ് വന്ന്. വാ കിടക്കാം. ഭദ്ര കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബെഡിൽ കയറി കിടന്നു. ശാരി അവളെ നോക്കിയിട്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഭദ്ര ശാരിയെ ചുറ്റിപ്പിടിച്ച് കിടന്നു. ശാരി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നോട് ദേഷ്യമില്ലേ ഭദ്രക്ക്? എന്തിന്? കാശിയെ സ്നേഹിച്ചതിനാണ്. അതിപ്പോൾ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. എൻ്റെ കാൽനാഥനല്ലേ. അങ്ങേൻ്റെ ഒടുക്കത്തെ ആ സൗന്ദര്യം സ്വഭാവം കണ്ട ഏത് പെണ്ണാ വീണുപോകാത്ത്? അതിലെനിക്ക് ശാരിയുടെ ദേഷ്യമൊന്നുമില്ല. പിന്നെ അന്ന് എനിക്ക് കേക്ക് തരാൻ കഴിച്ചതിൽ ദേഷ്യമുണ്ട് കേട്ടോ. അവളുടെ പറച്ചിൽ കേട്ട് ശാരി അവളെ നോക്കി. പിന്നെ ചിരിയോടെ അവളെ തിരിച്ച് പുണർന്നു കിടന്നു. അതേ ചിരി ഭദ്രയിലും തെളിഞ്ഞു. 4 മാസങ്ങൾക്ക് ശേഷം ശാരിയും ഭദ്രയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു പോകുന്നു. പീറ്റർ വന്നിട്ടുണ്ട്. ഭദ്ര ഇപ്പം അങ്ങനെ ഓഫീസിൽ പോവാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകും. ഹരിയും കാശിയും സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുന്നതിന് വേണ്ട തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി അവരുടെ ഷെയർ രണ്ടുപേരും തിരിച്ചു വാങ്ങി. പിന്നെ ദേവനൊപ്പം മഹി ഇടയ്ക്ക് ഓഫീസിൽ പോകാറുണ്ട്. ശാരിക്ക് കാശി തുടങ്ങുന്ന കമ്പനിയിൽ ജോലി റെഡിയാക്കാമെന്ന് കാശി പറഞ്ഞുകൊണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ശാരി പിന്നെ വേറെ ജോലിയൊന്നും നോക്കിയില്ല. ശരത്തിനെ ഇറക്കാനോ അവൻ്റെ കാര്യം തിരക്കാനോ ആരും പോയില്ല. രാവിലെ കാശി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് ബഹളം കേൾക്കുന്നത്. ദേ ഗുണ്ടയാണെന്ന് നോക്കില്ല, പറഞ്ഞാൽ കിട്ടില്ല ഞാൻ ഇടിക്കും. ഭദ്രയുടെ ശബ്ദം കേൾക്കാം. എൻ്റെ പൊന്നു ചേട്ടാ അവിടെ ഇരുന്ന് കൊടുക്ക്. ഇവിടെ സ്വഭാവം അറിയാലോ. എൻ്റെ പൊന്നു കൊച്ചേ, ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ ഒരു ഇതുണ്ടാവില്ല. അതാ പീറ്റർ തൊഴുതുകൊണ്ട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഭദ്ര എന്താ ഇവിടെ? കാശിയുടെ ശബ്ദം കേട്ടതും ഭദ്ര അടങ്ങി. അവൻ പോകാൻ തയ്യാറായി ബാഗ് കൊണ്ട് ഇറങ്ങി വന്നതായിരുന്നു. ചോദിച്ചിട്ടില്ലേ എന്താ പ്രശ്നമൊന്ന്? അവൻ കടുപ്പി ചോദിച്ചു. ശാരി പറയാൻ തുടങ്ങി. അത് പീറ്ററിനോട് ഈ താടിയൊക്കെ എടുത്തു കളയാൻ പറഞ്ഞു. കേൾക്കുന്നില്ല. അപ്പം ഇവള് ബലമായിട്ട്. ഭദ്ര മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. കാശി അവളുടെ അടുത്തേക്ക് പോയി. നിന്റെ മുഖത്താണോടി ആ താടി ഇരിക്കുന്നത്? അല്ലെങ്കിൽ ആ താടി നിന്നെ പിടിച്ച് കടിച്ചോ? കാശി ദേഷ്യത്തിലായിരുന്നു ചോദിച്ചത്. അവൾ അവനെ നോക്കിയിട്ടില്ലെന്ന് തലയാട്ടി. പിന്നെ എന്താടി നിന്റെ പ്രശ്നം? ഓരോ ആളുകൾക്ക് അവിടെ ഇഷ്ടമുണ്ട്. നീ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത്? കാശിയുടെ പെട്ടെന്നുള്ള അലർച്ചയും ദേഷ്യവും കണ്ട് ഭദ്രയും ഞെട്ടി. അല്ല കാശി ഞാൻ. നിർത്തടി, വെറുതെ കുഞ്ഞു കളിച്ച് നടക്കുക. പ്രായം കുറച്ചായല്ലോ, അതിൻ്റെങ്കിലും പക്വത കാണിക്കടി. അവന്റെ സംസാരം കേട്ട് പീറ്റർ ഇടപെട്ടു. കാശി മതി, അവള് വേറൊന്നും ഉദ്ദേശിച്ചല്ലോ പറഞ്ഞ്. ഓ ഏട്ടൻ വന്നല്ലോ വക്കാലത്തും കൊണ്ട്. എന്താന്ന് വെച്ചാ ചെയ്യും. എല്ലാവരും കൂടെ സ്നേഹിച്ച് എടുത്ത് തലയിൽ വെക്കുന്ന ഇവൾക്ക് ഇത്ര അഹങ്കാരം. കാശി ദേഷ്യത്തിൽ കാറിൽ കയറിപ്പോയി. എന്താ ഉണ്ടായത്? ആരപ്പടക്കം പൊട്ടിച്ച് ഇന്ന് വിഷുവാ എന്ന ഭാഗത്തിൽ മൂന്നും നോക്കി. ഇങ്ങനെ നോക്കേണ്ട, അവൻ വേറെന്തോ ടെൻഷനില്ല. അതെന്റെ നെഞ്ച് തീർത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് വൈകുന്നേരത്തുള്ളിൽ ഇത് വെട്ടിക്കളഞ്ഞില്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഭദ്ര ഗൗരവത്തിൽ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പീറ്റർ ഗൗരിയെ നോക്കി. അവള് പറഞ്ഞ് എനിക്കും പറയാനുള്ളൂ. പിന്നെ ഇത് ഇന്ന് രാത്രി ഈ മുഖത്ത് കണ്ട കത്തിക്കും, ഞാനും അവളും കൂടെ. ശാരി അവൻ്റെ താടിയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് പോയ പീറ്റർ തലയിൽ കൈവച്ച് പോയി, അറിയാതെ. പെണ്ണിനോട് വെറുതെ ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ അവൾക്കിപ്പോൾ എന്നോട് നേരം മിണ്ടാൻ കൂടെ സമയമില്ല. പോരാത്തതിന് കിടപ്പൂല അവളുടെ കൂടെ. എല്ലാം കൂടെ ആ നേരത്തെ കയറി വന്നു. അതാ പിന്നെ ദേഷ്യപ്പെട്ട് വിളിച്ചൊരു സോറി പറയാം. കാശി സ്വയം പറഞ്ഞുകൊണ്ട് വണ്ടി ഒരു സൈഡിലൊതുക്കി അവൾ വിളിക്കാൻ തുടങ്ങി. ഭദ്ര ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാശിയുടെ കോള് വരുന്നത്. ആദ്യം കട്ട് ചെയ്തു. അപ്പം വീണ്ടും വിളിച്ചു. എന്താ കാശി നിനക്ക് വേണ്ടത്? ഭദ്ര കരിപ്പിൽ ചോദിച്ചു. എനിക്ക് നിന്നെ വേണം. എന്താ തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? കാശി ചിരിയോടെ ചോദിച്ചു. പട്ടി ഡേ തുടങ്ങി. എൻ്റെ കാശി നിനക്ക് എന്താ? നിന്റെ തൊണ്ടയിൽ എന്താടാ? അവൻ്റെ ഒരു അലറിൽ നീ എന്തിനെന്നെ വിളിച്ച്? നേരത്തെ വന്ന വഴക്ക് കുറഞ്ഞു പോയിന്ന് പറയാനാണോ? അവൾ കരിപ്പിൽ ചോദിച്ചു. സോറി, എല്ലാത്തിനും കൂടെ ചേർത്ത് പറഞ്ഞു. ഇവിടെ മരപ്പെട്ടി, എനിക്ക് നിന്റെ സോറിയൊന്നും വേണ്ട. നീ നിന്റെ പല ആരാധികമാർക്ക് കൊണ്ടുകൊടുക്ക്. ബൈ. പിന്നെ ഇനി വിളിച്ച എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഭദ്ര കോള് കട്ടാക്കി. കാശി ഒരു പുഞ്ചിരിയോടെ യാത്ര തുടർന്നു. 3 മിനിറ്റോ സമയം, സംസാരിച്ച് പെട്ടെന്ന് ഇറങ്ങണം. വാർഡനോട് സംസാരിച്ച് കാശി ശരത്തിൻ്റെ അടുത്തേക്ക് പോയി. ആരോ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരത്ത് വലിയ പ്രതീക്ഷയോടെയാണ് വന്നത്. എന്നാൽ മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ട് ശരത്തിൻ്റെ മുഖം മാറി. കാശി അവൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കി. ശരത്ത് അവനെ നോട്ടം കണ്ടൊന്ന് പതറി. അവന്മാരെൻ്റെ ഫ്രണ്ട്സാകും മുന്നേ എൻ്റെ കൂടെ കൂടിയവനാ നീ. എൻ്റെ കൂടെ പറപ്പായിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിന്നോട് പറയാത്ത ഒരു രഹസ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എന്നിട്ടും നീ.
എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞതാ. അവളോട് പല പ്രാവശ്യം. പക്ഷേ അവൾക്ക് നിന്നെയാണ് ഇഷ്ടം എന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പുറത്ത് ഒരു പെണ്ണിൻ്റെ ജീവിതം എടുത്തപ്പോൾ നിന്റെ ദേഷ്യം തീർന്നോ? എത്ര ജീവിതം നീ നശിപ്പിച്ചു. ഒടുവിൽ സ്വന്തം അമ്മയുടെ ജീവനെടുത്തു. ശരത്ത് ഞെട്ടി. കാരണം ഇതുവരെ ശരത്ത് അറിഞ്ഞിട്ടില്ല അമ്മയുടെ മരണവിവരം. കാശി, എൻ്റെ അമ്മ? നീ ജയിലായ അന്ന് തന്നെ അമ്മ മരിച്ചു. അറ്റാക്കായിരുന്നു. അമ്മ മരിച്ചാൽ പോലും നിന്നോട് പറയുന്നെന്ന് പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെ അനുസരിച്ചു. മോനായ നീ ജീവനോടിരിക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തത് ഞാനാ, കാശി പറഞ്ഞു. ശരത്തിൻ്റെ മുഖമൊക്കെ മാറി അപ്പോഴേക്കും. ഇനിയൊരു കാര്യം പറയാനാ ഞാൻ വന്നു. നീ എന്നോട് ചെയ്ത് ഞാൻ മറക്കില്ല. നീ ഇടയ്ക്ക് എൻ്റെ വീട്ടിലൊന്ന് വന്നു രാത്രി. അതെന്തിനായിരുന്നു എനിക്കറിയണം. നിനക്ക് വേണ്ടി പുറത്ത് ഞാൻ ഉണ്ടാവും. എന്ന് നീ പുറത്തു വരുന്നോ അന്ന് നമ്മൾ തമ്മിൽ കാണും. അന്ന് ഇതുപോലെ ഒരു വേലി നമുക്കിടയിൽ ഉണ്ടാവില്ല. പിന്നെ നിന്റെ പെങ്ങൾ, അവളിപ്പം എൻ്റെ വീട്ടിലാ. അവിടെ വിവാഹം ഞാൻ നടത്തും ഉടനെ, ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന്. കാശി അവരെ നോക്കി പൂച്ചിച്ച് പുറത്തേക്ക് നടന്നു. ശരത്തിൻ്റെ കൈ ആ ഗ്രില്ലിൽ അമർന്നു. കാശി പോയ വഴിയെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. കാശി അവിടെ നേരെ പോയത് ഹരിയോടൊപ്പം ഓഫീസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കാശി വീട്ടിലെത്തുമ്പോൾ കുറച്ച് വൈകിയിരുന്നു. കാശി വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് തന്നെ ശാരിയും പീറ്ററും ഉണ്ട്. ആ, ഇതെന്താ രണ്ടും ഇവിടെ ഇരിക്കുന്നത്? എവിടുത്തെ ഭദ്രകാളി അടിച്ച് പുറത്താക്കിയോ? കാശി ചിരിയോടെ ചോദിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ മുഖം കണ്ട് കാശി ചോദിച്ചു. അത് കാശിയേട്ടാ, ഭദ്ര. ശാരി നിർത്തി. ഭദ്ര? ഭദ്രക്ക് എന്താ പറ്റിയേ? നിങ്ങളോടാ ചോദിച്ച്. അവളെവിടെയെന്ന് കാശി ദേഷ്യത്തിൽ ചോദിച്ചു. കാശി, ഭദ്ര അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ഇവൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ കൂടെ പോവാന്ന് പറഞ്ഞപ്പോൾ അടുത്താണ് അമ്പലം, ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, പീറ്റർ പറഞ്ഞു. കാശി നെറ്റിയിൽ കൈമുട്ടിച്ചു. അവിടെ ഫോണിൽ വിളിച്ച് നോക്കിയില്ലേ? കാശി ചോദിച്ചു. ഞങ്ങൾ വിളിച്ചു. കുറച്ചു മുന്നേ വരെ ബെല്ലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ബെല്ലില്ല. ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാ നീ വന്ന്, പീറ്റർ പറഞ്ഞു. കാശി അവരെ നോക്കി. രണ്ടുപേരും പേടിച്ച് നിൽപ്പാണ്. ഇനി താൻ കൂടെ വല്ലതും പറഞ്ഞാൽ ശരിയാവില്ലെന്ന് കാശിക്ക് തോന്നി. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാനൊന്ന് പോയി നോട്ടെ. അവൾ വേറെങ്ങും പോയി കാണില്ല. അമ്പലത്തിൻ്റെ അടുത്ത് കാവേരിയുടെ വീടുണ്ട്, അവിടെ പോയതാവും ചിലപ്പോൾ. ഞാൻ അവൾ കൂട്ടിവരാം, നിങ്ങൾ അകത്തേക്ക് വെക്കോ. കാശി അവരെ സമാധാനിപ്പിച്ച് വണ്ടിയെടുത്ത് ഇറങ്ങി. കാശിക്ക് ചെറിയ ടെൻഷനുണ്ടായിരുന്നു. അവനവിടെ ഫോണിലേക്ക് 2-3 പ്രാവശ്യം വിളിച്ചു. പക്ഷെ കോള് കിട്ടുന്നില്ലായിരുന്നു. അതുകൂടെ ആയപ്പോൾ ദേഷ്യവും ടെൻഷനൊക്കെ തോന്നി കാശിക്ക്. കാശി കാറ് വേഗത്തിൽ ഓടിച്ചു. പാടത്തിന്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കാശി കാവേരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെയാണെങ്കിൽ വീടടച്ചിട്ടേക്കുമായിരുന്നു. അതുകൂടെ ആയപ്പോൾ കാശിക്ക് ടെൻഷനായി. അവൻ പിന്നെ കാവേരിയുടെ അച്ഛനെ വിളിച്ചു നോക്കി. ഹലോ ചേട്ടാ, ഞാൻ കാശിയാണ്. മനസ്സിലായി മോനെ, എന്താ ഈ നേരത്ത്? ചേട്ടാ, ഞാൻ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലുണ്ട്. വീട് അടച്ചേക്കുന്നു, അതാ വിളിച്ച്. അയ്യോ മോനെ, ഞങ്ങൾ അവിടെ ഇല്ല. അവൾക്ക് വീണ്ടും വയ്യാതായി. അങ്ങനെ ഞാനും മോളും കൂടെ അവളെ ഇങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന. ആണോ? ഭദ്ര ഇന്ന് ഇവിടെ ഞാൻ വന്നിരുന്നോ? ഞാൻ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴാ ഇവരെ കൂട്ടി ഇങ്ങോട്ട് വന്ന്. ഞാൻ മോളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഏയ് ഇല്ല മോനെ, മോളെ കണ്ടിട്ട് 2 ദിവസമായിരുന്നു. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല ഏട്ടാ, ഒന്നുമില്ല. അവൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു, അമ്പലത്തിൽ പോവാനേ. അപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടാന്ന് കരുതി. ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മോനെ. ശരി ഏട്ടാ, ഞാൻ വിളിക്കാം. കാശി കോള് കട്ടാക്കി ദേഷ്യത്തിൽ വണ്ടിയുടെ അടുത്തേക്ക് പോയി. അപ്പോഴും കാശി ഭദ്രയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. കാശി എങ്ങോട്ടെന്നില്ല ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാലും ഞാൻ കൂടെ പോവേണ്ടതായിരുന്നു. അവളല്ലേ വേണ്ട നിർബന്ധം പിടിച്ച്, ശാന്തി പറഞ്ഞു. അല്ല, എന്നാലും എന്താ പെട്ടെന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞൊരു പോക്ക്? പീറ്റർ സംശയത്തിൽ ചോദിച്ചു. അറിയില്ല, ഗെയിം കളിച്ചിരുന്ന. പിന്നെ ഒരു കോൾ വന്നപ്പോൾ എണീറ്റ് കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു ശാന്തി. പെട്ടെന്ന് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിന്നു. ശാന്തിയും പീറ്ററും എണീറ്റ് അങ്ങോട്ട് പോയി നോക്കി. ഭദ്രയായിരുന്നു. അവളെ കണ്ടതും ആശ്വാസമായി. നീ ഇത് എങ്ങോട്ട് പോയതാ? കാശിയിട്ട് നിന്നെ തിരക്കി പോയതാ? ശാന്തി ചൂടായി. ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാവേരിയുടെ വീട്ടിൽ പോയി. പിന്നെ അവിടെ കൂടെ സിറ്റി വരെ പോയിരുന്നു. അതാ ലേറ്റായത്. നിന്റെ ഫോൺ എവിടെ? എത്ര പ്രാവശ്യം വിളിച്ചു? അത് ഓഫായി. ഞാൻ ഒന്ന് കിടക്കട്ടെ, നല്ല തലവേദന. ഭദ്ര കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോയി. എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട്. അവളുടെ മുഖമൊക്കെ വല്ലാതിരിപ്പുണ്ട്. ശാന്തി അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു. ഭദ്ര പറഞ്ഞ മുഴുവൻ കള്ളാണ് ശാന്തി. കാശി വിളിച്ച് അവൾ വന്ന കാര്യം പറയും, പീറ്റർ ഗൗരവത്തിൽ പറഞ്ഞു. കാശി കാർ സൈഡിലൊതുക്കി കോൾ എടുത്തു. എന്താ ശാന്തി? കാശിയേട്ട, ഭദ്ര വന്നിട്ടുണ്ട്. ആ ശരി, ഞാനങ്ങോട്ട് വരുവാ. കാശിക്ക് സമാധാനമായി. അവൻ കാർ വീട്ടിലേക്ക് തിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.